അവിടെ നിന്നുകൊണ്ട് ഹായ് സിബിയൻ വെപ്പാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അത് വെച്ചാണോ വെക്കാതാണോ ആട്ടുന്ന ദൈവത്തിനറിയാം. ഹായ് ഗായ്സ്, ഐ ആം ബിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒലിവിയ ഡിസൈൻസ്. ഈ ഒരു ഹാഷ്ടാഗിലുള്ള വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു സംരംഭത്തെ നമ്മളും കൂടെ ചേർന്നത് അവസാനിപ്പിക്കണ്ടല്ലോ. കാരണം അവരുടെ തെറ്റുകൾ എന്താണെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി. അത് തിരുത്തി വീണ്ടും അത് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ വീഡിയോ ചെയ്യാതിരുന്നിട്ടൊന്നും കാര്യമില്ല. കുറച്ചധികം പെൺകുട്ടികൾ നല്ല തെളിവുകളായിട്ട് തന്നെ മുന്നോട്ട് വന്നത് വേറെ എവിടെയല്ല, അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്രതിഷേധമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, 10-ൽ കൂടുതൽ. എന്തായാലും ആ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞ്, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷി ഇല്ലാത്ത സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞ് അവരെ പിടിച്ചു നിർത്താനുള്ള റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരെ അവർ പിടിച്ചു നിർത്തുന്നത് അവരെ സന്തോഷിപ്പിച്ചോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തോ അങ്ങനെയൊന്നുമല്ല. അവരുടെ സിറ്റുവേഷൻ മുതലെടുക്കുക. ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ സിറ്റുവേഷൻഷിപ്പ്, ആ ഒരു പരിപാടി മുതലെടുത്തുകൊണ്ട് നടത്തിയ പരിപാടികൾ തന്നെ. അതിനോട് യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനോട് വിരോധമുള്ള പെൺകുട്ടികളെ ഇവർ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നിടത്തോളം ആ സ്ഥാപനത്തിന്റെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഓണർ ആരാണ്, ആ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മൾ അവിടെ എങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, എത്ര കാലം നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം. സ്റ്റാഫുകൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനേക്കാട്ടിലും കൂടുതൽ കാര്യങ്ങളാണ്. എന്തായാലും ഈ വീഡിയോ നമുക്ക് കാണാം. ആ പെൺകുട്ടികൾ പറയുന്നത്, ഡാൻസ് ചെയ്യുന്നത് കോമൺ ആണ്, ഇതിലൊന്നും പങ്കെടുക്കാത്തവരെ അവർ പ്രത്യേകം നോട്ട് ചെയ്യും, എന്നിട്ട് ഹരാസ് ചെയ്യും. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അവരെ സാലറി കട്ട് ചെയ്യാൻ ഇല്ലാത്ത ഫൈനുകൾ ഉണ്ടാക്കി പറയും, ഇല്ലെങ്കിൽ സാലറി പിടിച്ചു വെക്കും. ഇതാണ് അവരുടെ ഒരു രീതി. ഇത് മേടിച്ചിട്ടാണ് നിൽക്കുന്ന കാലത്ത് സമാധാനത്തോടെ നിൽക്കാൻ നോക്കി. അതായത് ഈ പെൺകുട്ടി പറയുന്നത്, നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം തുടങ്ങിയ കാലത്ത് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇവർ മറ്റേ കോഴിയിറച്ചിയും ചക്കയൊക്കെ തിന്നുന്ന ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ. അതെല്ലാം സ്റ്റാഫുകളുടെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് വരുന്നതാണ്. ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നില്ല. അതുപോലെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവർ ചിലപ്പോൾ ഡിമാൻഡഡ് ആയിരിക്കും. ഇത് ഡിമാൻഡഡ് ഒന്നുമല്ല, അങ്ങോട്ട് കയറി ചെന്നിട്ട് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അവിടെ നിന്നുകൊണ്ട് ഹായ് സിബിയൻ വെപ്പാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അത് വെച്ചാണോ വെക്കാതാണോ ആട്ടുന്ന ദൈവത്തിനറിയാം. അതായത് ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് ഈ പ്രതിഷേധം ചെയ്യുന്നത്. അത് ഒരുപാട് 10-ൽ കൂടുതൽ കംപ്ലൈന്റോടുകൂടി തന്നെ പെൺകുട്ടികൾ പോയി നിൽക്കുന്നത്. അതിൽ നേരെ ആൾക്കാരും എല്ലാം പുറത്തുണ്ട്. ഓക്കെ, അപ്പം അകത്തിരിക്കുന്ന ഇപ്പം നിലവിൽ അവരുടെ കൂടെയുള്ള കുറച്ചധികം വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം കൂടെ തിരിച്ചിങ്ങോട്ട് കൂവുന്നു. വലിയ കോമാളിത്തരം തന്നെ. സത്യം പറഞ്ഞാൽ തീട്ടം എന്നൊക്കെ പറയുന്ന പ്രതിഷേധമാണ് ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഭാഗത്തു നിന്നും. ഇത്ര 3-4 വർഷമായിട്ട് അടൂര് കിടക്കുന്ന അവരുടെ പ്രതിഷേധം കണ്ടില്ലേ? കൂവിയും ആഹാരം തിന്നും ഡാൻസ് കളിച്ചും പാട്ട് പാടിയൊക്കെ പ്രതിഷേധം കാണിക്കുന്നത്. പക്ഷെ ഇതിൽ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവരെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടതാണ്. കമന്റ് ബോക്സ് ഇട്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്തരത്തിലാണ് നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ കാണുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പറയാമായിരുന്നു, ഇടാമായിരുന്നു. നിങ്ങളുടെ പ്രതികരണശേഷി എത്രത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ അത് പറയാനുള്ളൊരു ചാൻസ് ഞങ്ങൾക്ക് ആർക്കും തരുന്നില്ല. അത്രയിടത്തോളം നിങ്ങൾക്കെതിരെ വരുന്നവർ ചോദിക്കുന്നതിന് മറുപടി അവരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് തന്നെ ന്യായം, അവർ പറയുന്നത് തന്നെയാണ് സത്യം. അല്ലാതെ റേഡിയോ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ബാക്കി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പറയാനുള്ള കാര്യം, ഇതിനകത്ത് പറയാനുള്ള കാര്യത്തിലും 2 മാസത്തെ ശമ്പളം വരെ, അതായത് 50,000 രൂപ വരെ പിടിച്ചു വെക്കുന്ന പരിപാടി. എടാ, ഏത് സ്ഥാപനത്തിലുണ്ടടാ അവിടെ വരുന്ന സ്റ്റാഫുകളുടെ പേരിൽ സിം എടുപ്പിച്ചിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് സിം കൊടുക്കാതെ അവർ ജോലി എന്ന് പറഞ്ഞു വിടുന്നത്? എടാ, നീ ഒരു മനുഷ്യന്മാരുടെ ഒരു മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയത്തില്ലേ? ഈ സംഭവമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മറവിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്? ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇയാളുടെ മോന്, അതായത് ഇവരുടെ ഒരു മകനുണ്ടല്ലോ, ആ ഒരു മകനെ സർദാർ വല്ലഭായ് പട്ടേലായിട്ട് മറ്റേ സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം രാവിലെ 3 മണിക്ക് 4 മണിക്ക് പെൺപിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്യിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അത് അവരുടെയും കൂടെ സമ്മതത്തോടു കൂടി ആണോ എന്ന് നോക്കണ്ടേ? നിങ്ങളുടെ പേഴ്സണൽ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളെ. പിന്നെ ആ ഒരു വീട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ജോലി സ്ഥാപനത്തിന് അകത്തുള്ള ഏറ്റവും ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നോ ആണെന്ന്. ആ വീട്ടിനകത്ത് നോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞാലും യെസ്. എന്താണിത്, റോബോട്ടാ? നിങ്ങൾ ചൈനയിൽ നിന്ന് ആരെങ്കിലും ഇറക്കുമതി ചെയ്യണം, എന്നിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചൈനയിലോട്ടോ കൊറിയയിലോട്ടോ ജപ്പാനിലോട്ടോ പോയി താമസിക്കണം.
അല്ലാതെ നമുക്ക് ഉപദ്രവം വരുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പം അത് തിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അത് തിരിച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭയങ്കര ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ. എന്തായാലും ആ പെൺകുട്ടികൾക്ക് പറയാനുള്ള ഒന്ന് കണ്ടുപോക്കും. ഒന്നാമത് അവർ വെല്ലുവിളിച്ചു, ഇത്രയും പിള്ളേർ ഇങ്ങനെയുള്ളവർ എന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും പെൺപിള്ളേരാണ് കാണുന്നവർ. അത് വെല്ലുവിളിക്കാനുള്ള കാര്യം ഞാനെന്ന് പറയാം, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വരത്തില്ല എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, അതായത് പെൺകുട്ടികളുടെ ദുർബലത എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറിയ ഒരു പെരുമാറ്റം. പക്ഷെ അതിനകത്ത് അവർക്ക് അവസാനം പാളിച്ച പറ്റി. കാരണം ഇപ്പം ഈ പെൺകുട്ടികൾ വരാനുള്ള കാരണം നമുക്കറിയാമല്ലോ. ഒന്നിലധികം ആൾക്കാർ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കിന് എനിക്കും പറയാനുണ്ട്, അതായത് എനിക്കും പറയാനുണ്ടെന്ന രീതിയിൽ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, പക്ഷെ അതെന്തായാലും ഈ ഒരു അവസരം അവർ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അത് നല്ലൊരു കാര്യം തന്നെ. അല്ലെങ്കിൽ ഈ പറയുന്ന ആരും നമ്മൾ അറിയത്തില്ല, ഇതുപോലെ തന്നെ തേഞ്ഞു മാഞ്ഞ അല്ലെങ്കിൽ ഇതിലും 100 അല്ലെങ്കിൽ 150 200 സ്റ്റാഫുകൾക്ക് ഇനിയും ഈ ഗതി ഉണ്ടായി തന്നെ പോകത്തേ ഉള്ളായിരുന്നു. ഇതുപോലുള്ള ഈ ഒരു സ്ഥാപനം മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അതായത് ഇങ്ങനെ ടോർച്ചർ ചെയ്തു പോകും. നമുക്ക് അതിലേക്ക് പിന്നെ വരാം, ബാക്കി നോക്കാം. പക്ഷെ അവർ വെല്ലുവിളിച്ച് അവരുടെ വീട്ടിന്റെ മുന്നിൽ ഞങ്ങളിപ്പോൾ സംസാരിക്കാൻ ഞാൻ കഴിവ് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ഞങ്ങളോടാണ്. ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് അനുഭവം വന്ന കാര്യം, അതായത് ഞങ്ങൾ ആരെയും അപവാദം ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപവാദം പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുന്നതും ഇവിടെ നടന്നും നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് എന്റെ അമ്മേന്റെ ഫോട്ടോ എടുക്കാൻ വെച്ച് ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരിച്ചു മറിച്ചും പറഞ്ഞ് ഉള്ളത് പറഞ്ഞിട്ടേ അവര് കുഴപ്പമില്ല. ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു 1-2 ആഴ്ചക്ക് മുമ്പ് ഇവരൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഒരു അമ്മയും മോളെയും. ഇവർ കണ്ടോ എന്ത് ഉല്ലസിച്ചാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന ചിക്കൻ കണ്ടില്ലേ, ഞങ്ങൾ കഴിക്കുന്ന ചക്ക കണ്ടില്ലേ, ഞങ്ങൾ കഴിക്കുന്ന മീൻ കണ്ടില്ലേ, ഇത്രയും ആസ്വദിച്ച് ഇത്രയും ഉല്ലസിച്ച് ഞങ്ങളുടെ കൂടെ ഇത്രയും അധികം സമയങ്ങൾ ചെലവഴിച്ച് ഞങ്ങൾക്ക് ആനന്ദം തന്ന് നിങ്ങൾക്ക് ആനന്ദം എടുത്ത് ഞങ്ങളുടെ കൂടെ ചെലവഴിച്ച് ഞങ്ങളുടെ സമയവും നിങ്ങളുടെ സമയവും ഞങ്ങളുടെ ക്ലോക്കിലെ സമയം വരെ അടിച്ചുകൊണ്ട് പോയ നിങ്ങളാണ് ഇവിടെ നിന്ന് ഇത്രയും ആനന്ദത്തോടു കൂടി പോയിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെന്ന്. അതായത് ഇവർ പറഞ്ഞു, നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ വീഡിയോ. ആ ഒരു എതിരെ സംസാരിച്ചു എന്ന് പറയുന്ന ആ ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയാണ് അതിന്റെ ബാക്കിലായിട്ട് നിൽക്കുന്നത്. കാരണം അവർ നാണം കെട്ടില്ലേ, അവരതിനു വേണ്ടിയിട്ടാണോ? പിന്നെ അവർ തീർച്ചയായിട്ടും അവർ രംഗത്ത് പറഞ്ഞു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച കാര്യം ഉടനെ രംഗത്ത് വരും. ഞങ്ങളെടുത്ത് പിടിച്ചു വെച്ച ഫോണ്, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്ത സിമ്മുകള്, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള അവർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൈസകൾ ഇതത്രയും ഇവർ കൊടുക്കാനുണ്ട്. ഒരു തുണിക്കട തന്നെ അല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാ ചെക്ക്, പിന്നെ ബോണ്ട്, ഡെപ്പോസിറ്റ്, ആധാരം മേടിച്ചു വെക്കണം. മനസ്സിലായ? വീടിന്റെ ആധാരം കൊണ്ടുവരാൻ പറയണം, അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുവരാൻ പറയണം, അമ്മയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയണം കേട്ടോ. റേഷൻ കാർഡിന്റെ ഓരോ കോപ്പി എടുത്തു വെച്ചോ. എന്നാൽ വേണ്ട, അത് മാത്രം പോരാ, അവരുടെ അരിയും മണ്ണെണ്ണയും കൂടെ നിങ്ങളങ്ങ് മേടിയില്ലേ. എനിക്ക് 51,885 രൂപ കിട്ടാനുണ്ട്. അതായത് 2 മാസത്തെ സാലറി, 2 മാസം സാലറി 51,000 രൂപ. അപ്പൊ ഏകദേശം ഒരു മാസം 25,500 വെച്ചിട്ട് കിട്ടാനുണ്ട്. അതായത് ഒരു 2,50,000 രൂപയുടെ വർക്ക് ഒരു മാസം ചെയ്തു കൊടുക്കുമ്പോഴായിരിക്കും ഇവരുടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഈ ഒരു എമൗണ്ട് ഒരു മാസത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത പൈസ, അതായത് അത് കഷ്ടപ്പെട്ടു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഈ പറയുന്ന 400, 500, 600 രൂപയുടെ ചുരിദാർ വിറ്റിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എത്രത്തോളം എഫേർട്ട് ഇട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും ആ ഒരു ടാർഗറ്റിലേക്ക് കൊണ്ട് അച്ചീവ് ചെയ്തത്. ആ ടാർഗറ്റിലേക്ക് അവർ കൊണ്ട് അച്ചീവ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം വെളുപ്പിക്കാൻ, നിങ്ങൾക്ക് ജാഗ്വാർ കാർ മേടിക്കാൻ വേണ്ടിയിട്ടല്ല. ആ പെൺകുട്ടിയുടെ ടാർഗറ്റ് എത്രത്തോളം പോകുന്നു, അതിന്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ അവർക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമാണല്ലോ. അതായത് അവർക്ക് കിട്ടുന്ന ആ പൈസ എന്താണ് അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അതുപോലും ഒരു സാമാന്യ മര്യാദയോടുകൂടി ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ വന്നിരുന്ന് നിങ്ങളെ വെളുപ്പിച്ചിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് എന്ത് ന്യായമാണുള്ളത്, എന്ത് കാര്യമാണുള്ളത്? പിന്നെ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കുമോ? ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ പെരുമാറും. കമ്മീഷൻ 2 മാസം സാലറി ഉണ്ട്, 4 മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട്. അത് കൂടാതെ എന്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട്. അത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, പാലത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പാലത്തിൽ നിന്ന് മേടിച്ചിട്ടില്ല. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ തട്ടിക്കാനോ വെക്കാനോ ഇവിടുത്തെ മെറ്റിക്കോളൊക്കെ കൊണ്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ നമ്മള് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോടെ നമ്മൾ ജോലി ചെയ്യാൻ വരുന്നു, ആ സാലറിയോട് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ട് വരുന്നത്. പക്ഷേ ഇത്രത്തോളം നമ്മളെ പറഞ്ഞുണ്ടാക്കുമെന്നോ ഇത് ഞങ്ങൾ കസ്റ്റമറെ ജീവിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാതെ റിട്ടേൺ വരുന്ന സമയത്ത് കംപ്ലൈന്റ് വരാറുണ്ട്. എനിക്ക് ഓണത്തിന് 43,000 രൂപ, 4,30,000 രൂപയ്ക്ക് ബിസിനസ് ചെയ്തിട്ട് എന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 43,000 രൂപ. അതിൽ എനിക്ക് 23,000 രൂപ തന്നിട്ട് ബാക്കി 20,000 രൂപ പിടിച്ചേക്കാം. ഒരുപാട് സ്റ്റാഫുകൾക്ക് വയ്യാതെ വന്നിട്ട് ഞാനും ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇവിടുന്ന് പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ട്. CC ക്യാമറ പോലും ആകത്തില്ല. എന്നിട്ട് ആ മിസ്സായ പ്രൊഡക്റ്റിന് കസ്റ്റമർക്കുള്ള ക്യാഷ് വഴി ഞാനാ കൊടുത്തത്. ഇത് അവൾക്കറിയാം, അങ്ങനെ എത്രയോ പ്രൊഡക്റ്റ് എനിക്ക് മിസ്സായിട്ടുണ്ട്. എടാ എന്ത് പറയാം, ഇതിലും ഭേദം നീയൊക്കെ വല്ല കക്കൂസ് അടയ്ക്കാൻ പോകും. ഉള്ള കാര്യം പറയാമല്ലോ, പോയി ജീവിക്കുക, അതിനൊരു അന്തസ്സുണ്ട്.
ഈ പാവപ്പെട്ട പിള്ളേരുടെ പൈസ എടുത്തു വെച്ച് ഊറ്റി പിഴിഞ്ഞ് എന്നിട്ട് വീഡിയോയുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞങ്ങളാണ് ഇവർക്ക് ഇതെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കാണിക്കാൻ. എന്നിട്ട് ഈ പെൺകുട്ടിയെ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഞാൻ നിന്റെ മുഖം വെച്ചൊരു വീഡിയോ ചെയ്യുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അവർ പറയുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. അവർ വ്യക്തമായിട്ടൊരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഒരു പൈസ ഇല്ലാത്ത സ്ത്രീയുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പം ഒരു ഭൂരിഭാഗം സ്ത്രീകളും, കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഭൂരിഭാഗം സ്ത്രീകളും അപ്പോഴേ ആ ഒരു ടോപ്പിക് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത്. കാരണം ഈ നിൽക്കുന്ന പെൺകുട്ടികളുടെ സിറ്റുവേഷൻ എന്താണ്, അവർ മാരീഡ് അല്ല. അവർക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കിന് അതൊരു മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായേക്കാം, ഭാവിയിൽ ഉണ്ടായേക്കാം എന്നൊരു മുൻതൂക്കമുള്ളത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി. ഇത്തരത്തിലുള്ളവന്മാരെ മുന്നോട്ട് കൊണ്ടുവരണം. എന്തായാലും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്ന കൺമണി ആണെങ്കിലും ശരി, ഇപ്പം അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാത്തതിനൊരു കാരണം ഇത്തരത്തിലുള്ള സ്ഥാപനമായതുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി മുന്നിലേക്ക് വരുന്നെങ്കിൽ വരട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന സ്റ്റാഫുകൾ അനുഭവിക്കുന്ന ഒരു വേദന, അത് നമ്മൾ ഇതുപോലല്ല, ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെ. ഓക്കെ, പക്ഷെ അത് സ്ഥാപനത്തിന്റെ പേരിലാണ് എന്ന് ചില വ്യക്തികളെങ്കിലും വിചാരിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇത് അതിനും അപ്പുറമാണ്, ഇത് അതിനും മേളില്ല. ഇത് മറ്റേ സ്ഥാപനമായിട്ടല്ല, പഴയ ബ്രിട്ടീഷ് കമ്പനി ഉണ്ടല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, കാപ്പി കമ്പനി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലൊരു കമ്പനി സെറ്റപ്പുമായിട്ട് 2 ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ.